കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ 46ാമത് ഈസ്റ്റർ സെലിബ്രേഷനിലേക്ക് വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ള നോർത്ത് അമേരിക്കയിലെ സീറോ മലങ്കര ഭദ്രാസനാധിപൻ ബിഷപ്പ് റവറൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ സ്റ്റീഫനോസ്, അതുപോലെ മധ്യപ്രദേശിലെ സാഗർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് റവറൻ ഡോക്ടർ മാർ ജെയിംസ് അത്തിക്കളവും, നമ്മുടെ കാത്തലിക് അസോസിയേഷന്റെ ആത്മീയ ഗുരുവായ ഫാദർ നോബി അച്ഛനെയും ഈ വേദിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ, താലപ്പൊലിയേന്തിയ ബാലികമാരുടെ, മഹിളകളുടെ അകമ്പടിയോടെ നമുക്ക് വരവേൽക്കാം ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ നേതാക്കളായ റോയി ആന്റണി, ലിജോ ജോൺ, ജോസ് മലയിൽ, ജോസഫ് ഇഞ്ചക്കൻ, തോമസ് പ്രകാശ്, അലക്സ് തോമസ്, പോൾ ജോസ്, കെ ജെ ഗ്രിഗറി, മുൻ പ്രസിഡന്റുമാർ, കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് ഊഷ്മളമായ സ്വീകരണങ്ങൾ നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് നൽകുകയാണ്. Can you see by the dawn's early
like to next invite the Secretary of the Indian Catholic Association, Mr. Thomas Prakash, for the welcome speech. വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇന്ത്യൻ കാത്തോലിക് അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ്മാർ, അസോസിയേഷൻ്റെ ഭാരവാഹികൾ, ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഒരു സായന സമക്ഷത്തിൽ രണ്ട് പിതാക്കന്മാരും ഒരു ആത്മീയ ഗുരുവും ഉള്ള ഈ സായനത്ത് സ്വാഗതം ആശംസിക്കുന്നത് വലിയൊരു സന്തോഷവും അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നതാണ്. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രോഗ്രാമിൽ ഏറ്റവും വളരെ പ്രാധാന്യപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഈസ്റ്റർ സെലിബ്രേഷനും ആൻഡ് ചാരിറ്റബിൾ ഡിന്നറും. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു പോകാം, ചാരിറ്റി ചെയ്യണം, അല്ല ഇതുകൊണ്ട് എന്തുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് ശേഷം പ്രസിഡൻറ്റ് റോയി ആൻ്റണി അതിനെപ്പറ്റി നല്ലൊരു രൂപകരം തരുന്നതാണ്. അത് എൻ്റെ മനസ്സിലൊരു ഉദാഹരണമാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആ വെള്ളം എടുത്ത് കുടിച്ചാൽ അതൊരു കർമ്മമാണ്. എന്നാൽ അതിനുശേഷം നോബിയച്ഛൻ ഇതുവഴി നടന്നു വരുവാണ്. അപ്പം നോബിയച്ഛന് ഞാൻ ആ വെള്ളം കൊടുത്തു, നോബിയച്ഛൻ അത് കുടിച്ചു, ഞാനും കുടിച്ചു. അപ്പോൾ ഈ രണ്ടിൽ ഏതാണ് നല്ല കർമ്മം? രണ്ടാമത്തേതാണ്. കാരണം നോബിയച്ഛൻ്റെ പ്രയാസവും മാറി, എൻ്റെ ആവശ്യവും നടന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി നമ്മൾ എന്തെങ്കിലും രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലിയ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു കർമ്മം. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാണ്. നമ്മുടെ ഇന്ന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന റോയി ആൻ്റണിയെ പറ്റി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഇന്ത്യ കാത്തലിക് അസോസിയേഷനെ പൂർണ്ണ ലക്ഷ്യബോധത്തോടും അർപ്പണബോധത്തോടും കൂടി എല്ലാവരെയും ഒരു കൊടക്കീഴിൽ നിർത്തി അസോസിയേഷൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ റോയി ആൻ്റണിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ സെഫാനോസ് പിതാവാണ്. പിതാവിനെ പറ്റി ആദ്യം ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് പിതാവ് സൗഹൃദം, സ്നേഹം. പിതാവായിരിക്കുന്ന ഏതു മേഖലയിലാണെങ്കിലും അസാമാന്യ നേതൃത്വപാഠം കാഴ്ചവെക്കുകയും നമ്മൾ ഏതൊരാവശ്യത്തിന് ചെന്നാലും ഒരു പുഞ്ചിരിയോടുകൂടി നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ പിതാവ്, എത്ര തിരക്ക് മാറ്റിവെച്ച് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നിരുന്ന പിതാവിനെ വളരെ ആദരവോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് ഇന്ന് ഈസ്റ്റർ മെസ്സേജ് നൽകാൻ വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ അസോസിയേഷനിലൊരു പുതുമവും നമ്മുടെ പിതാവ് ജെയിംസ് സത്തിക്കുളം പിതാവാണ്. പിതാവിനെ കുറ്റി പറഞ്ഞു സാഗർ രൂപതയിലൂടെ ബിഷപ്പാണ്. ആരോരുമില്ലാതെ വഴിയിൽ കിടക്കുന്നവരെ ആശ്രയിക്കുന്നവരും ആരോരുമില്ലാത്തവരെ മിഷണറിയുടെ തീഷ്ണത നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന പിതാവാണ് നമ്മുടെ ജെയിംസ് സത്തിക്കുളം പിതാവ്. പിതാവിനെ വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ നോബിയച്ഛനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ അസോസിയേഷൻ്റെ ആത്മീയ ഗുരുവാണ്. അച്ഛനെ പറ്റി പറയുമ്പോൾ എവിടെ ആയിരുന്നാലും ഇവിടെ ഓടിയെത്തും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അച്ഛൻ്റെ സ്നേഹം, സാമീപ്യം, അച്ഛൻ്റെ പ്രാർത്ഥന അസോസിയേഷനെ ഓരോ നാൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛനെ ഏറ്റവും സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ BOT ചെയർമാൻ ലിജോ ജോണിനെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും വളരെ സേവനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ലിജോയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഏത് ജോലി കൊടുത്താലും വലുതായാലും ചെറുതായാലും വളരെ ആത്മാർത്ഥതയോടെ, വളരെ ചിരിച്ച്, വളരെ സന്തോഷത്തോടെ അത് നിർവഹിക്കുന്ന ഒരു പ്രത്യേകത ലിജോയ്ക്കുണ്ട്. ലിജോയെ വളരെയധികം സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന നമ്മുടെ മുൻ പ്രസിഡന്റുമാർ, അവർ നയിച്ച പതിയിലാണ് ഈ അസോസിയേഷൻ ഇന്നും മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻ പ്രസിഡന്റുമാർ, അസോസിയേഷൻ്റെ ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, സോണൽ ഡയറക്ടേഴ്സ് എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ ആനി പോൾ ഇവിടുണ്ട്. ആനി പോളിനെ വളരെയധികം സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ ഇവിടെ ക്ഷണം സ്വീകരിച്ച് ഫൊക്കാന, എക്കോ, ഫോമ അങ്ങനെ അസോസിയേഷനെ സംബന്ധിച്ചുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്. ഫോമയുടെ കേരള സമാജത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ജോസി വാഴപ്പള്ളിയുണ്ട്. അങ്ങനെ ഡോണുണ്ട്. അങ്ങനെ 1-2 മുഖങ്ങൾ ഞാനിവിടെ പരിചയമുള്ളവരെ കണ്ടു. അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി അസോസിയേഷൻ്റെ ബലമായിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.